ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് പോയിന്റിൽ 1, 2, 3, 4 5ാമത്തെ ജീപ്പാണ് ഞങ്ങളുടേത്. അപ്പോൾ അവിടെ തുറന്നിട്ടില്ല, 7:30 തുറക്കത്തുള്ളൂ. ഇപ്പോൾ നല്ല മഞ്ഞടിച്ച് കിടക്കുകയാണ്. മഞ്ഞടിച്ച് കിടക്കുമ്പോൾ സാധാരണയായിട്ട് മൃഗങ്ങളെ കാണാൻ പ്രയാസമാണ്. ദൂരത്തു നിന്ന് കാണാനുള്ള ഇത് കിട്ടത്തില്ല. ഇവിടെ കുറേ കരകൗശല വസ്തുക്കളൊക്കെ വെച്ചിട്ടുണ്ട് വിൽക്കാനായിട്ട്. ഗേറ്റ് കഴിഞ്ഞ് ഞങ്ങൾ മുന്നിലോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ പോലീസ് വെരിഫിക്കേഷനൊക്കെ ഉണ്ട്. ദേശീയ ഉദ്യാനമാണ് കാസിരംഗ ദേശീയ ഉദ്യാനം. അതുകൊണ്ട് കുറേ ആനകൾ നിൽക്കുന്നു. ആനകളുടെ പുറത്ത് കയറിയുള്ള സവാരിയുണ്ട്. ആനപ്പുറത്തുള്ള സവാരി. അത് പന്നിയാ. കാണ്ടാമൃഗത്തിനെയും പന്നിയും തിരിച്ചറിയാത്ത നമ്മുടെ ഗൈഡ്. അത് ഒറിജിനലാന. കാട്ടാന കാണുന്ന കാട്ടാന ഒറിജിനലാന. കാണുന്നോ? അത് റോഡിന് കുറുകെ നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. ആ നിൽക്കുന്നവനാണ് കാട്ടാന. അതിന് കൊമ്പൊന്നും ഇല്ലാത്തൊരു കാട്ടാനയാണ്. കാട്ടാന ഞങ്ങളുടെ മാർഗം തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. നമുക്ക് മുന്നോട്ട് പോകാനാവുന്നില്ല. അതാണ് കാട്ടാന. ഒരു കാട്ടാനയെ കണ്ടിരിക്കുകയാണ് ഞങ്ങൾ. നടുക്ക് ഞങ്ങൾ വഴി തടഞ്ഞിരിക്കുകയാണ്. കുട്ടി കൊമ്പനാണത്. കുട്ടി കൊമ്പില്ലെന്നേ ഉള്ളൂ, കുട്ടിയാണ്. താഴെ ഒരു പന്നി ഇതാ പോകുന്നു. ഇവിടെ ആൾക്കാര് വലതുവശത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ആനപ്പുറത്തുള്ള സഫാരിക്കുള്ള ആനകളാണ്. കാട്ടാനകളായിരുന്നു പണ്ട്, ഇപ്പൊ നാട്ടാനയാണ്. നമ്മുടെ വാഹനത്തിന്റെ മുന്നിലൂടെ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നുണ്ടോ? പതുക്കെയാ പോകുന്നത്. സ്പീഡിൽ പോയിക്കൂടെ? ഇതാണ്ട നമ്മളെല്ലാം നോക്കുന്നുണ്ടത്. അങ്ങനെ ഒരു കാണ്ടാമൃഗത്തിന് ആദ്യമായിട്ട് കണ്ടിരിക്കുകയാണ് നേരിട്ട്. മൃഗശാലയിൽ കണ്ടിട്ടുള്ളതല്ലാതെ കാണ്ടാമൃഗം ഇതാ നമ്മുടെ മുന്നിൽ ക്ലോസ് റേഞ്ചിൽ കാണ്ടാമൃഗം. അത് പോയാലേ നമുക്കിനി പോകാനായിട്ട് പറ്റും. റോഡിന്റെ പകുതിയിൽ ഇങ്ങനെ നിൽക്കുകയാണത്. പടച്ചട്ട അണിഞ്ഞണക്കുള്ള ശരീരം. രാവിലെ തന്നെ നല്ലൊരു കാഴ്ച ഒരുക്കി കാസിരംഗ ദേശീയോദ്യാനത്തിന്റെ ഏറ്റവും ആകർഷകമായ അതിന്റെ കാഴ്ചയിൽ നിന്നും പറഞ്ഞിരിക്കുകയാണ്. കാട്ടിൽ കയറിയിരിക്കുന്നത്. ഡ്രൈവർ പ്ലീസ് സ്റ്റോപ്പ്. കാണ്ടാമൃഗം കാട്ടിലേക്ക് കയറിപ്പോയിരിക്കുന്നു. കാട്ടിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. കാട്ടിൻ്റെ ഉള്ളിലോട്ട് അങ്ങനെ കയറിപ്പോയാണ്. ഞങ്ങൾ നേരത്തെ കണ്ട കാണ്ടാമൃഗം തന്നെയാണ്. അതിൻ്റെ ബാക്ക് സൈഡ് ഇപ്പം കാണാൻ കഴിയുന്നുണ്ട്. അത് കാടിൻ്റെ ഉള്ളിലേക്ക് പോയി. അതിൻ്റെ ഇടതുവശത്ത് ഒരെണ്ണം കാണുന്നുണ്ട്. അതിനെ കൂടെ നമുക്ക് എടുക്കാം. ദൂരത്ത് കിട്ടും, സൂം ചെയ്താൽ കിട്ടും. അവിടെ ഒരു കാണ്ടാമൃഗം ഉണ്ട്. അവിടെ നിൽക്കുന്ന ഒരു കാണ്ടാമൃഗം. അതിൻ്റെ അപ്പുറത്ത് ഒരെണ്ണം കൂടെ ഉണ്ട്. ഇച്ചിരി ദൂരെ ആയതുകൊണ്ട് അത്ര ഒരു ക്ലിയർ അല്ല. ഇവിടെ ഇപ്പോൾ അവിടെ നിൽക്കുന്ന ഒരെണ്ണമാണ്. ഇതാണ്ട് നടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഒരു ഇടിഞ്ഞ് പൊളിയാറായ ഒരു പാലത്തിൻ്റെ മുകളിലൂടെയാണ് ഈ വണ്ടി കയറാൻ പോകുന്നത്. ഒരു വാച്ച് ടവറൊക്കെ ഉണ്ട്. ഈ തടിപ്പാലത്തിന് മുന്നിലൂടെ ഇരിക്കുക. ഇവിടാണ് ബെസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. കാരണം മൃഗങ്ങൾ വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലമാണിത്. ഇവിടെ എൻ്റെ മേളിൽ നിന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും മൃഗങ്ങളെ കാണാൻ കിട്ടും. ഒന്നുമില്ലെങ്കിൽ ഒരു മുതലെങ്കിലും നമുക്ക് കാണാൻ കിട്ടും. പക്ഷെ ഇപ്പം തൽക്കാലം ഒന്നിനെയും കാണുന്നില്ല. മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി തയ്യാറാക്കിയ ചെറിയ ഡാമാണിത്. ചെറിയ അണക്കെട്ടാണ്. ഇവിടെയാണ് സാധാരണ കൂടുതൽ മൃഗങ്ങളെ. വീണ്ടും ഒരു തടിപ്പാലത്തിലൂടെ കടന്നു പോവുകയാണ്. മൃഗങ്ങൾ വെള്ളം കുടിക്കാനായിട്ട് വരേണ്ട സ്ഥലങ്ങളാണ്. സമയം എല്ലാം നമുക്കറിയത്തില്ല. അതുകൊണ്ട് അത് വന്നിട്ട് പോയോന്നും അറിയാൻ വയ്യ. വിശാലമായ സ്ഥലം, പരന്ന്. ഇതൊക്കെ നല്ല അത്ഭുതകരമായ കാഴ്ചകളാണ്. പന്നികൾ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ഇന്ന് പന്നി വളർത്തുക കേന്ദ്രമാണ്. പക്ഷികൾ, ദേശാടന പക്ഷികളുടെ ഒരു കേന്ദ്രം കൂടിയാണ് ഈ കാസിരംഗ ദേശീയോദ്യാനം എന്ന് പറയുന്നത്.
ഇഷ്ടം പോലെ പക്ഷികൾ പല സ്ഥലത്തുനിന്നും പറന്ന് ഇവിടെ വരാറുണ്ട്, ഇവിടെ താമസിക്കാറുണ്ട്, എന്നിട്ട് പോകാറുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷി വന്ന് കളിക്കുന്നത് ഒരു ദേശാടന പക്ഷിയാണത്. അതാ അതിനധികം ഉയർത്തി പറക്കാൻ പറ്റത്തില്ല. മേളിലോട്ട് പറയും കഴിഞ്ഞാൽ അതിനൊക്കെ അത്രയും ദൂരം തലോട്ടും കൊണ്ട് പറക്കണം. ഇവിടെ പുൽമേടുകളാണ്. ഇവിടെ വാച്ച് ടവറൊക്കെ കാണുന്നുണ്ട്. വാച്ച് ടവറിൻ്റെ മേളിൽ നിന്നുള്ള വ്യൂ ആണ്. വാച്ച് ടവറിൻ്റെ മേളിൽ കയറി ഇവിടെ കുറേ പക്ഷികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പക്ഷി പറന്നു വേണ്ട. കാക്ക കണക്കാണ്, പക്ഷേ കാക്കയല്ലത്. ഇപ്പം മഞ്ഞ് മാറി വരുന്നുണ്ട്. ഞങ്ങളൊരു 3 കാണ്ടാമൃഗങ്ങളെ കണ്ട്. ഇവിടെ അങ്ങേയറ്റത്ത് കുറേ ധാരാളം മൃഗങ്ങൾ ഇപ്പോൾ ഉണ്ട്. അത് ബൈനോക്കുലർ വെച്ച് തന്നെ നോക്കേണ്ടി വരും കാണണമെങ്കിൽ. ആ വയലിൽ, ആ പുൽമേട്ടിൽ ഇഷ്ടംപോലെ ഇതിപ്പോൾ ഉണ്ട്. ആ ഭാഗത്ത് നിൽക്കുന്നത് ഇതാണ്ടൊരു കാണ്ടാമൃഗം അവിടെ വെള്ളം കുടിക്കുന്നു. അതിൻ്റെ മുകളിലും താഴെയൊക്കെ വേറെ പക്ഷികൾ കയറിയിരിപ്പുണ്ട്. സ്വിമ്മിങ്ങിൻ്റെ പരമാവധിയാണ് എൻ്റെ ക്യാമറയുടെ. ഇതാണ്ടൊരു കാട്ടുപോത്ത്. കാട്ടുപോത്താണ്, കലമാനാണ്. കണ്ട ഞങ്ങൾ ജീപ്പ് യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു കൊടുങ്കാട് ലെഫ്റ്റ് സൈഡിൽ. പിന്നെ പുൽമേടുകളാണ്. കൊടുങ്കാടൊന്നും കാണാനില്ല. നീണ്ടു കിടക്കുന്ന മൺപാത, ചുറ്റും പച്ചപ്പുല്ലുകൾ വളർന്ന് നിൽക്കുന്ന കാഴ്ച. കാസിരംഗയുടെ പ്രകൃതി ദൃശ്യങ്ങളാണ് കാണുന്നത്. വലിയ ഉയരത്തിലുള്ള പുല്ലുകളായതിനാൽ അതിനകത്ത് ആനയോ കാട്ടുപോത്തോ കടുവയോ ഉണ്ടെങ്കിൽ പോലും നമുക്ക് അത് കാണാൻ പറ്റുന്നു വരില്ല. നല്ല തെളിഞ്ഞ ഒരു ദിവസമായതുകൊണ്ട് പ്രകൃതി ദൃശ്യങ്ങൾ തന്നെ മനോഹരമാണ്. വന്യമൃഗങ്ങളെ ഈ ഭാഗത്തൊന്നും അത്ര കണ്ടില്ല. തുടക്കത്തിൽ കണ്ടതുപോലെ ഇങ്ങോട്ടൊന്നും കാണുന്നില്ല. എന്നാൽ ഇത് ആനയുടെയൊക്കെ ഒരു
സ്ഥിരം നടത്തം ഒളിത്താവളമാണ്. മേഖലയാണ്. കാരണം ഉരുണ്ടിട്ടല്ല. കുറേ പക്ഷികളിരിക്കുന്നു അവിടെ. ഒരു തടാകമുണ്ട്. ബേർഡ്സ്. ഇതാണ് വൈജു. ഇത് കാണ്ടാമൃഗത്തിലുണ്ട്. അത് ചാണകിട്ട പോലെ എരുമ ചാണകം. ചെറുത് കാണ്ടാമൃഗമാണ്. കുറേ പക്ഷികളുണ്ട്. എരുമ ചാണകം പോലുള്ളത്. ഇവിടെ വന്നാൽ നല്ലൊരു കാഴ്ച കിട്ടും പക്ഷികളുടെ. കണ്ട നമ്മുടെ ഡ്രൈവർ കൊണ്ട് നിർത്തി കറക്റ്റ് സ്ഥലത്ത് തന്നെ കണ്ടില്ലേ. അതാണ് ദേശാടന പക്ഷികളെന്ന് പറയുന്നത്. ദേശാടന പക്ഷികളുടെ മനോഹരമായ കാഴ്ചകളാണ് അത് നിങ്ങളെ കാണിച്ചു തരുന്നത് ഞങ്ങൾ. നീർക്കാക്കകൾ പോലുള്ളൊരു പക്ഷിയാണ്. നീർക്കാക്കകൾ തന്നെയാണോ എന്നറിയില്ല. ഇവിടെ കുറച്ചുകൂടി ഞാൻ സൂം ചെയ്ത് നോക്കാം. നീർക്കാക്കകളാണ്. കഴുകനല്ല, നീർക്കാക്കകളുടെ കൂട്ടമാണത്. കണ്ട കഴുകനടക്കിരിക്കുന്നു. ഇല്ലേ?